വെക്കും. 2 ദിവസത്തിനുള്ളിൽ സീൻ പ്ലാൻ റവന്യൂ സംഘം SITക്ക് കൈമാറുകയും SIT ഇത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ഇന്നലെ രാവിലെ 11 മണി മുതൽ 5 മണി വരെ നീണ്ടുനിന്ന പരിശോധനയാണ് പെരിനാട് വില്ലേജ് ഓഫീസർ മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് സന്നിധാനത്ത് സീൻ പ്ലാൻ ഉൾപ്പെടെ SIT പൂർത്തിയാക്കിയത്. ജനം, സന്നിധാനം. ഹൈന്ദവ വിശ്വാസം ഹനിക്കുന്ന തരത്തിൽ കേരള ലോട്ടറിയിൽ ചിത്രം അച്ചടിച്ചതിനെതിരെ പരാതി നൽകി വിശ്വ ഹിന്ദു പരിഷത്ത്. ജനുവരി 2-ന് നറുക്കെടുക്കുന്ന സുവർണ കേരളം ലോട്ടറിയിലാണ് ശിവലിംഗത്തിലേക്ക് ആർത്തവ രക്തം ഒഴുകുന്ന ചിത്രം അച്ചടിച്ചത്. സംഭവത്തിൽ ലോട്ടറി ഡയറക്ടറെയടക്കം പ്രതി ചേർത്താണ് PHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ മാവേലിക്കര പോലീസിൽ പരാതി നൽകിയത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ജനുവരി 2-ന് നറുക്കെടുക്കുന്ന സുവർണ കേരളം ഭാഗ്യക്കുറി ടിക്കറ്റിലാണ് ഹൈന്ദവ വിശ്വാസങ്ങളെ ഹനിക്കുന്ന തരത്തിൽ ചിത്രം പതിച്ചിട്ടുള്ളത്. ശിവലിംഗത്തിലേക്ക് ആർത്തവരക്തം പതിക്കുന്നതായുള്ള ചിത്രമാണ് പ്രദർശിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ലോട്ടറി ഡയറക്ടറെ അടക്കം പ്രതിയാക്കി വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ മാവേലിക്കര പോലീസിൽ പരാതി നൽകി. ജനുവരി 2 ശബരിമലയിൽ വിശ്വാസലംഘനം നടത്തിയതിന്റെ വാർഷികമായി കണ്ട് ബോധപൂർവം നടത്തിയ പ്രവൃത്തിയാണിതെന്നും ഈ ലോട്ടറി പൂർണ്ണമായി പിൻവലിക്കണമെന്നുമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സുവർണ കേരളം ലോട്ടറി ഈ 2-ാം തീയതി ജനുവരി മാസം 2-ാം തീയതി നറുക്കെടുക്കുന്ന ടിക്കറ്റാണത്. അത് ലോട്ടറി ഡയറക്ടറേറ്റിൽ നിന്ന് ഇറക്കി ലോട്ടറി ഡയറക്ടർ ഒപ്പിട്ട ടിക്കറ്റാണ്. അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പടമുണ്ട്. ആർത്തവ രക്തം ശിവലിംഗത്തിലേക്ക് ഒഴുകുന്ന ഒരു ചിത്രമാണ് ആ ലോട്ടറി ടിക്കറ്റിൽ പതിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹിന്ദു അവഹേളനം, ഈ പിണറായി സർക്കാർ തുടങ്ങി വെച്ചിരിക്കുന്ന ഹിന്ദു അവഹേളനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ലോട്ടറി ടിക്കറ്റ്. നമ്മൾ ശ്രദ്ധിക്കണം, ജനുവരി 2 എന്ന് പറയുന്ന തീയതിക്ക് ഒരു പ്രാധാന്യമുണ്ട്. 7 വർഷങ്ങൾക്ക് മുമ്പ് 2019 ജനുവരി മാസം 2-ാം തീയതിയാണ് 2 യുവതികളെ ശബരിമലയിലേക്ക് പിണറായി സർക്കാർ കടത്തിയത്. അതിൻ്റെ 7-ാം വർഷം ആഘോഷിക്കുന്ന ആ ദിവസം തന്നെ സമാന സ്വഭാവത്തിലുള്ള ഒരു ലോട്ടറി ടിക്കറ്റ് നറുക്കെടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാ വർഷം ജനുവരി 2 ഹിന്ദു അവഹേളന ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി പിണറായി സർക്കാർ ആലോചിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തീർത്തും അപലപനീയമാണ്. ഇതിന് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ കൃത്യമായ രീതിയിൽ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ലോട്ടറി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ മാവേലിക്കര SHO മുമ്പാകെ ഈ പരാതി കൊടുക്കുന്നത്. ലളിതകലാ അക്കാദമിക്കായി വരച്ചതെന്ന് പറയപ്പെടുന്ന ഈ ചിത്രം എന്ത് കാരണത്താൽ ലോട്ടറിയിൽ ഉൾപ്പെടുത്തിയെന്ന് വ്യക്തമാക്കണമെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഹിന്ദു ഐക്യവേദിയും വ്യക്തമാക്കി. ലളിതകലാ അക്കാദമിയിൽ നിന്ന് ഇങ്ങനൊരു ചിത്രം തെരഞ്ഞെടുത്തു എന്നും അത് ഇത്തരം ഒരു സമയത്തേക്ക് തന്നെ ശരിക്കും തുറപ്പിട്ട് വെട്ടുക എന്നൊക്കെ ചീട്ടുകളിക്കാർ പറയുന്ന തുറപ്പുകുലാനിട്ട് വെട്ടുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇത്തരം ഒരു സന്ദർഭത്തിലേക്ക് കരുതി വെച്ചു. ജനുവരി 2-ന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് നമുക്കറിയാം. വളരെ നിന്ദ്യമായ ഒരു നടപടി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഹിന്ദു ഐക്യവേദി എല്ലാ തലത്തിലും നിയമപരമായ നടപടികൾ, ഉയർന്ന പോലീസ് ഓഫീസർമാർക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നത് തൊട്ട് എല്ലാ സ്ഥലങ്ങളിലും സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ കേസ് കൊടുക്കാനും അതല്ലാതെ തന്നെ ജനകീയ പ്രക്ഷോഭം ഈ വിഷയത്തിൽ ആലോചിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും ഇത്തരം ഒരു ലോട്ടറി നറുക്കെടുക്കാൻ തന്നെ പാടില്ല. ശക്തമായ പ്രതിഷേധം ഉയരുമ്പോഴും വിഷയത്തിൽ പ്രതികരിക്കാൻ സർക്കാരോ ധനമന്ത്രിയോ ലോട്ടറി ഡയറക്ടറേറ്റോ തയ്യാറായിട്ടില്ല. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.